ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചൊരു ഡേ ആയിരുന്നു കേട്ടോ. അതായത് വീഡിയോ ഒന്നും എടുക്കണ്ട, കാരണം എനിക്ക് ചെറുതായിട്ടൊരു പനിയുടെ ലക്ഷണവും ഒരു വയ്യായ്മയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ പേരിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ രാത്രിയിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് വീഡിയോ എടുക്കാം എന്നങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. സമയം ഇപ്പം 8:30 ഞാൻ രാവിലെ ഒരു 8 മണിക്കാണ് കേട്ടോ എഴുന്നേറ്റത്. അത് കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചു, ഫ്രഷൊക്കെ ആയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത, ആരും ഉണ്ടാക്കാത്ത എഗ് ഓംലെറ്റ്. എന്ത് പെട്ടെന്നല്ലേ ഇത് റെഡി ആയിട്ട് എൻ്റെ കൈ വന്നത്. ഇതെങ്ങനെയാണ് വന്നതെന്നറിയോ? എൻ്റെ വീട്ടിലൊരു ഫെയറി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫെയറിയോട് ഞാൻ പറഞ്ഞാൽ മതി എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എഗ് ഓംലെറ്റ് ആണ് വേണ്ടുന്നതെന്ന്. അപ്പോൾ ഫെയറി ബിഹൈൻഡ് ദ സീനിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് അത് കലക്കി ഒഴിച്ച് തിരിച്ച് എനിക്ക് ഓംലെറ്റ് ആക്കി തന്നു. എന്തെളുപ്പമല്ലേ? ശരി, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സമയം ഇപ്പം 9:15. ഇനി എനിക്ക് ലഞ്ച് ഉണ്ടാക്കണം. എൻ്റെ ലക്ഷ്യം 11-11:30 മുന്നേ ലഞ്ച് ഉണ്ടാക്കി കഴിയണം എന്നാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഡിന്നർ തന്നെയാണ്, തലേന്നത്തെ ഡിന്നർ തന്നെയാണ് ഇന്നത്തെ ലഞ്ചായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മോർണിംഗ് സമയം എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് പഠിക്കാനും എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുമായിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മീൽ പ്രെപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ നാടൻ ചോറും മട്ട റൈസും കറികളും ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. കൂടുതൽ വർത്തമാനമൊന്നും പറയാതെ നേരെ പണിയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ലഞ്ചിന് പറഞ്ഞിരിക്കുന്നത് മട്ട റൈസും പൊട്ടറ്റോ ഫ്രൈ, സാമ്പാർ. ഇവിടെ ചിക്കൻ പാൻ ഫ്രൈ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അതിന് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. ഫിഷ് പാൻ ഫ്രൈ ആണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഷോപ്പിങ്ങിന് പോയപ്പം അവിടെ ഫ്രോസൺ ഫിഷ് കണ്ടിരുന്നു കേട്ടോ. അപ്പം അത് ഇൻസ്റ്റെഡ് ഓഫ് ചിക്കൻ ഫിഷ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് സാമ്പാർ മിക്സാണ്. ഇതിൽ സാമ്പാറിന് വേണ്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിരുന്ന് അരിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാണ്, തണുക്കട്ടെ. ഒന്ന് തണുത്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ മീൻ വൈൽ ഞാൻ അരി അടുപ്പത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ അരി അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ പൊട്ടറ്റോ ഫ്രൈക്കുള്ള പൊട്ടറ്റോ ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല, കാരണം എനിക്കറിയാം എൻ്റെ റെസിപ്പി അത്ര നല്ലതൊന്നുമല്ല. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടാണ് എനിക്ക്. പക്ഷെ ലഞ്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ലഞ്ച് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് മൂഡ് ഓഫ് ആയിരിക്കും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചോറും കറികളുമാണ് കേട്ടോ ലഞ്ച്. എസ്പെഷ്യലി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതിനോടുള്ള ക്രേവിങ്സ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സാമ്പാറൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലഞ്ച് ഓൾമോസ്റ്റ് റെഡിയാവും. ഇനി ഞാൻ ചേട്ടനുള്ള ലഞ്ച് കൂടെ അങ്ങ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇന്നലെ തന്നെ റൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യാമെന്ന്. വെജിറ്റബിൾസ് ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് വാങ്ങിയതുകൊണ്ട് തന്നെ ജസ്റ്റ് 2.5 മിനിറ്റ് മൈക്രോവേവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ പെപ്പറും ഉപ്പും പിന്നെ അതിൽ റൈസും ഇട്ട് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ലഞ്ച് റെഡിയാവും കേട്ടോ. അങ്ങനെ എൻ്റെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഒന്ന് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലഞ്ച് റെഡിയാവും. അങ്ങനെ ചോറും കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് കൂടെ പാൻ ഫ്രൈ ചെയ്യണം. അത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. ഇനി ഇത്രയും പാത്രങ്ങളുണ്ട്, അതുകൂടെ കഴുകണം കേട്ടോ. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് വേണം ഞാനിനി എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പനിയും കൂടെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, കാരണം എനിക്കിന്ന് നല്ല ലഞ്ച് കഴിക്കാമല്ലോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്തിടുകയാണേ. ഫിനിഷ്ഡ്. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സമയം 11:12 11:30 മുന്നേ ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു.
പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല എനിക്കറിയാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ എല്ലാം. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ കിച്ചൺ കുക്കിങ്ങിനോടൊപ്പം തന്നെ ക്ലീനും ചെയ്ത് പോകണം. ഇൻ ദ എൻഡ് കുറേ പാത്രം വന്നാലും ഏതെങ്കിലും ഒരു ചെറിയ പാത്രം ഇൻ ബിറ്റ്വീൻ എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കേണ്ടി വരും കേട്ടോ. കാരണം എനിക്കിങ്ങനെ മെസ്സായിട്ട് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം അങ്ങനെ പോകും. ഏതായാലും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലഞ്ച് ഞാൻ 1:30 കഴിക്കും. അപ്പോൾ 2 മണിക്കൂർ എനിക്ക് കിട്ടും കേട്ടോ എൻ്റേതായിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ റിഗ്രറ്റ് അടിക്കും. ഈ ഒരു സമയം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും എനിക്ക് റിഗ്രറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ചടപടയെന്ന് എല്ലാം ചെയ്ത് തീർക്കുന്നത് കേട്ടോ, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ അടുക്കളയിൽ കളയാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇതേപോലത്തെ ക്രേവിങ്സ് ഒക്കെ വരുമ്പം മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നും. അല്ലാതെ എനിക്ക് കളയുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഐ ഡോണ്ട് നോ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത്, പക്ഷേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. സമയം 1:30 ശരിക്കും ഞാൻ 1 മണിക്കൂർ മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ബാക്കി സമയം ഞാൻ ഉറങ്ങിപ്പോയി. എനിക്കറിയത്തില്ല, ബോഡി ഭയങ്കരമായിട്ട് പനിയായതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വീക്കായി. അങ്ങനെ ഞാൻ ക്ഷീണം പിടിച്ചിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ചേട്ടൻ വന്ന് എഴുന്നേൽപ്പിച്ചപ്പോഴാണ് ഞാൻ ഓക്കെ ഞാൻ ഉറങ്ങിയെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം ഇനി ലഞ്ച് കഴിക്കാൻ സമയമായി. ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം അറിയാലോ, സാമ്പാറും കറിയും മട്ട റൈസും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇനി അതിനു മുന്നേ ഫിഷ് പാൻ ഫ്രൈ ചെയ്യണം. അതുകൂടെ ചെയ്തിട്ടായിരിക്കും ലഞ്ച് കഴിക്കുന്നത്. അമേരിക്കൻ ബാസ ഫില്ലറ്റ്സ് എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ വാള, കൂരിവാള എന്നാണ് കേട്ടോ ഗൂഗിൾ പറഞ്ഞത്. അപ്പം കുഴപ്പമൊന്നുമില്ല, മാരിനേഷൻ നല്ലതാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്നലത്തെ മാരിനേഷൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി. അത് കാരണമാണ് കേട്ടോ മൊത്തത്തിലൊരു മസാല പിടിക്കാത്ത പോലെ തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ആവശ്യത്തിനുള്ള മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, പൊട്ടറ്റോ ഫ്രൈ, ഫിഷ് ഫ്രൈ. എൻ്റെ ഇന്നത്തെ ഏറ്റവും, എനിക്ക് തോന്നുന്നു ഈ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് ലഞ്ച് അവാർഡ് ഗോസ് ടു ഈ ലഞ്ച്. ഞാൻ കഴിക്കട്ടെ, എനിക്ക് ആസ്വദിച്ച് കഴിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്ര ആസ്വാദനം വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും മാത്രമല്ല, ചേട്ടൻ അവിടെ കോൾ കിടക്കുകയാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിക്കണമെന്നത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടൻ അവിടെ കോൾ തുടങ്ങി. അപ്പം അത് കാണിക്കാൻ പറ്റത്തില്ല. ഹലോ, സമയം 7:15. ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തതേ ഇല്ലല്ലേ. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാൻ കുറച്ച് പഠിച്ചു, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതൊക്കെ തന്നെ ഉള്ളായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ എനിക്കിപ്പോഴും പനിയുടെ ഒരു ലക്ഷണമുണ്ട്. ഇവിടെ സിട്രിസിൻ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സിട്രിസിനൊക്കെ എക്സ്പയർഡ് ആയിപ്പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോയി സിട്രിസിൻ വാങ്ങി വന്നു, ഞാനത് കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, അങ്ങനെ പോയി. ഇനി ഡിന്നറിന് ആക്ച്വലി ഇന്ന് പനീർ റോളായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പനീറും ഇല്ല, റാപ്പും ഇല്ല. അപ്പോൾ പനീർ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. പക്ഷേ ഇനി അത് ഉണ്ടാക്കി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ബട്ട് നോക്കാം, എന്താണെന്ന് ഡിസൈഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ അതിന് മുന്നേ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. മേൽ മാത്രമേ കഴുകുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഫ്രഷായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം സമയം 8 മണിയായി കേട്ടോ. ഡിന്നറിന് ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് KFCന്ന് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന്. KFC ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ. കുറേ ഞങ്ങൾ കൂലങ്കൃഷ്ടമായിട്ടുള്ള ചർച്ചകൾ നടത്തി, കുറേ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. ആദ്യം ഞാൻ പറഞ്ഞു ഓട്സ് കഴിക്കാമെന്ന്, പിന്നെ ചേട്ടൻ പറഞ്ഞു പിസ്സ വാങ്ങിച്ചു തരാമെന്ന്.
പിന്നെ പറഞ്ഞു മക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു നിഗമനത്തിലെത്തിയത്. ഇനി മാറുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇതുവരെ ചേട്ടൻ ഇറങ്ങിയിട്ടില്ല. ചേട്ടന് വർക്ക് കോളിലാണ് കേട്ടോ. ഞാൻ ചിലപ്പം KFC എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓട്സ് കഴിക്കും. ചേട്ടന് KFC മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നില്ല, കാരണം പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട്. സോ ഇവിടെ വെച്ച് നിർത്താമല്ലേ. So if you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!